മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി 17,066.49 ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലയുടെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയിലേറെ വനമാണ്. ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നും ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സൂര്യനെല്ലിയിലും ചെങ്കുളത്തും ചിന്നക്കനാലിലും ആനയിറങ്കലിലും കുമളിയിലും പിണറായി സർക്കാർ 1837 ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തത് കൂടാതെയാണ് മൂന്നാറിൽ കണ്ണൻദേവൻ റിസർവ് എന്ന പേരിൽ VS സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു അന്ന് വനം വകുപ്പ് മന്ത്രി. ജില്ലയിൽ ഒരിഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രസംഗിക്കുകയും അതീവ രഹസ്യമായി ജനവാസ മേഖലകൾ വനമാക്കി മാറ്റുകയുമാണ് ഇടത് സർക്കാർ ചെയ്യുന്നത്. ജില്ലയിലെ ഇടത് നേതാക്കൾ ഇതിന് ഒത്താശ ചെയ്യുകയാണ്. വനം വകുപ്പിന്റെ 2021-22 വർഷത്തെ ഭരണ റിപ്പോർട്ടിൽ മൂന്നാർ ഡിവിഷന് കീഴിൽ സംരക്ഷിത വനമാക്കാനുള്ള 71.999 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം മൂന്നാർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് ഈ റിസർവിന്റെ കാര്യം പുറത്തറിയുന്നത്. ദിനം പ്രതി വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാട്ടാനകളുടെ ആക്രമണം മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുള്ള മൂന്നാറിലും അതുപോലെ തന്നെ ദേവികുളം ഫോറസ്റ്റ് ഡിവിഷനും കീഴിൽ ഇത്തരം ഒരു റിസർവ് ഫോറസ്റ്റ് വന്നു കഴിയുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സുവിശേഷം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വന്യജീവി ആക്രമണം വർദ്ധിക്കും. അപ്പം അതുകൊണ്ട് ആളുകളെ പ്രതികൂലമായി ബാധിക്കുന്ന, തോട്ടം തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ റിസർവ് ഫോറസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും. 10,000-കണക്കിന് തോട്ടം തൊഴിലാളികളെയാകും ഇത് പ്രതികൂലമായി ബാധിക്കുക. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ബ്ലോക്ക് നമ്പർ 16 ഭൂമിയും പള്ളിവാസൽ, കാന്തല്ലൂർ, വട്ടവട വില്ലേജുകളിലെ അതിർത്തി വരെയുള്ള തോട്ടങ്ങൾ ഒഴികെയുള്ള ഭൂമിയും കരട് വിജ്ഞാപനപ്രകാരം സംരക്ഷിത വനമാണ്. മൂന്നാർ ഗവൺമെന്റ് കോളേജും സർക്കാർ ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ 53 ഇതിൽ ഉൾപ്പെടും. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിന് ചുറ്റും സംരക്ഷിത വനമാക്കിയാണ് ഇടതു സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. കണ്ണൻദേവൻ റിസർവിന്റെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ മൂന്നാറിൽ നിന്ന് ജനങ്ങൾ കുടിയിറങ്ങേണ്ടി വരും. അടിയന്തരമായി കണ്ണൻദേവൻ റിസർവിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് കരട് വിജ്ഞാപനം റദ്ദു ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ DC ജനറൽ സെക്രട്ടറി ബിജോ മാണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.